എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡയറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭക്ഷണം വളരെ കുറവ് കഴിച്ചിട്ടും എന്തുകൊണ്ടാണ് തടി വെക്കുന്നത്? നമ്മൾ തടി കുറയാത്തതിന് കുറേ കാരണങ്ങളുണ്ട്. അതിലെ മെയിൻ ആയിട്ടുള്ള 20 കാരണങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തെ റീസൺ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ നമ്മൾ ട്രാക്ക് ചെയ്യാറില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ വളരെ കുറച്ച് കഴിക്കുന്ന ആൾക്കാരായിരിക്കാം, എങ്കിൽ പോലും നമ്മൾ തടി വെക്കുന്നതിൻ്റെ റീസൺ നമ്മൾ ചിലപ്പോൾ ജങ്ക് ഫുഡ്സ് ആയിരിക്കും, ബേക്കറി ഐറ്റംസ് ഒക്കെ ആയിരിക്കും അതിനിടയ്ക്ക് കഴിക്കുന്നത്. നമ്മളത് മനസ്സിലാക്കുന്നില്ല. പകരം നമ്മൾ വളരെ കുറച്ച് ചോറല്ലേ കഴിച്ചുള്ളൂ, 2 ചപ്പാത്തിയല്ലേ കഴിച്ചുള്ളൂ, ഞാൻ എന്നാ തടിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കും. പക്ഷേ അതിനിടയ്ക്ക് നിങ്ങൾ സ്നാക്സ് ഐറ്റംസ് ആയിട്ട് കഴിക്കുന്ന, അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ്സ് കഴിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ പെപ്സി, കോള പോലത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമ്മൾ വണ്ണം വെച്ച് പോകും. രണ്ടാമത്തെ റീസൺ നമ്മുടെ ഡയറ്റിൽ ആവശ്യത്തിന് പ്രോട്ടീൻ, നമ്മൾ ഏത് മീൽസ് കഴിക്കുമ്പോഴും, രാവിലെ ഉച്ചക്കത്തെ വൈകിട്ടത്തെ കഴിക്കുമ്പോഴും അതിലൊരു പ്രോട്ടീൻ സോഴ്സ് ഉണ്ടായിരിക്കണം. പരിപ്പ്, പയറ്, കടല, മുട്ട, മീൻ, എന്തെങ്കിലും ഒരു പ്രോട്ടീൻ സോഴ്സ് നമ്മുടെ 3 നേരത്തെ മീൽസിലും ഉണ്ടാകണം. ഈ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നമ്മൾ വണ്ണം കുറയാണ്ടിരിക്കാൻ ഒരു കാരണമാകും. അപ്പോൾ പ്രോട്ടീൻ അടങ്ങിയ ആഹാരങ്ങളും പ്രോട്ടീൻ ഡെഫിഷ്യൻസി എങ്ങനെയാണ് വണ്ണം വെക്കുന്നതിന് കാരണമാകുന്നതെന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾക്കത് ചെക്ക് ചെയ്യാവുന്നതാണ്. മൂന്നാമത്തെ റീസൺ നമ്മൾ ഒത്തിരി കാലോറി കഴിക്കുന്നത്. നമ്മൾ നമ്മുടെ ഹൈറ്റിനും വെയ്റ്റിനും പ്രായത്തിനും നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസും അനുസരിച്ച് നമ്മുടെ കാലോറി മൊത്തം കണക്ക് കൂട്ടിയിട്ട് കഴിക്കുന്നതെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. നമ്മളിപ്പോൾ ഒരു 2000 കാലോറി കഴിക്കേണ്ട ഒരാൾ 2500 കാലോറി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വരുന്ന ഈ 500 കാലോറി നമുക്ക് ഫാറ്റായിട്ട് ഡിപ്പോസിറ്റ് ചെയ്യും, നമുക്കത് തടി വെക്കുന്നതിന് കാരണം. അപ്പോൾ ടു മെനി കാലോറീസ് അത് നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്നത് നമ്മളെ തടിക്കുന്നതിന് കാരണമാവുന്നുണ്ട്. നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഓൾ ഫുഡ്സ് കഴിക്കാത്തതിൻ്റെ, അതായത് നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ളത്. ഓൾ ഫുഡ്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ തവിടോട് കൂടിയ ചോറിന് പകരം നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ള ചോറ്, ഗോതമ്പിന് പകരം അല്ലെങ്കിൽ ഗോതമ്പ് പൊടിക്ക് പകരം നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ള ആട്ട, മൈദ അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കുന്നത്. ഫ്രൂട്ട്സൊക്കെ ആണെങ്കിൽ നമ്മൾ തൊലി ചെത്തി കഴിക്കുന്നത്. അങ്ങനെ നമുക്ക് കിട്ടുന്ന ഫൈബറൊക്കെ കുറഞ്ഞു പോകുന്നത് നമുക്ക് തടി വെക്കുന്നതിന് കാരണമാവുന്നുണ്ട്. അഞ്ചാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നില്ലാത്തത്. അത് നമ്മൾ ചിലപ്പം വീട്ടുപണികളൊക്കെ എടുക്കുന്നുണ്ടാവും, എങ്കിലും നമ്മൾ വെയിറ്റ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല. അങ്ങനത്തെ റീസൺ കൊണ്ട് നമ്മൾ ചിലപ്പോൾ വണ്ണം വെക്കാം. ആറാമത്തെ റീസൺ ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറയും. അതിന് നമ്മളെപ്പോഴും ലാർജ് മീൽസ് കഴിക്കുക, നമ്മൾക്ക് വിശപ്പ് ഇല്ലെങ്കിൽ പോലും നമ്മൾ വെറുതെ കുറേ ആഹാരം വാരി വലിച്ച് കഴിക്കുക. അതുപോലെ സ്ട്രെസ്സ്, ഡിപ്രഷനൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒത്തിരി ആഹാരം കഴിക്കുക, അതിനെ നമ്മൾ ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറയുന്നു. ആ ഒരു റീസൺ നമ്മളെ തടി വെക്കുന്നതിന് കാരണമാവുന്നുണ്ട്. ഏഴാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ കാർഡിയോ വർക്കൗട്ട്സ് ഒന്നും ചെയ്യാത്തത്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒത്തിരി കാർഡിയോ വർക്കൗട്ട്സ് ഉണ്ട്. സ്ക്വാട്ട് ചെയ്യാവുന്നതാണ്, പ്ലാങ്ക് ചെയ്യാവുന്നതാണ്, അതുപോലെ മൗണ്ടൻ ക്ലൈംബേഴ്സ്, അങ്ങനെ ഒത്തിരി വേരിയേഷൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്യാതിരിക്കുന്നത്, കാർഡിയോ എക്സസൈസുകൾ നമ്മൾ ചെയ്യാതിരിക്കുന്നത് ചിലർക്ക് വണ്ണം കുറയുന്നതിന് തടസ്സമായിട്ട് കാണാറുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഫുഡൊക്കെ നന്നായിട്ട് നമ്മൾ നിയന്ത്രിക്കും, പക്ഷേ നമ്മൾ സോഫ്റ്റ് ഡ്രിങ്കുകൾ കുടിക്കും. അങ്ങനെയുള്ളൊരു കേസ് ഈ തടി കുറയാൻ തടസ്സമാകാറുണ്ട്. നമ്മൾ ചിലപ്പോൾ കാലോറി കൗണ്ട് ചെയ്തായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്, പക്ഷേ നമ്മൾ കുടിക്കുന്ന കാര്യത്തിൽ വരുമ്പോൾ ജ്യൂസൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഷുഗർ ഇട്ട് കുടിക്കും. അപ്പോൾ 2 നേരം 3 നേരമൊക്കെ അല്ലെങ്കിൽ 4 നേരമൊക്കെ നമ്മൾ ജ്യൂസ് ചിലപ്പോൾ കുടിക്കുമ്പോൾ ഹെൽത്തിയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്യും. അത് വണ്ണം കുറയാണ്ടിരിക്കുന്നതിന് കാരണമാവുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിലും അത് തടി കുറയാൻ തടസ്സമായിട്ട് നിൽക്കാറുണ്ട്. 7 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങണം. അറ്റ്ലീസ്റ്റ് 6 മണിക്കൂറെങ്കിലും നമുക്ക് ഉറക്കം കിട്ടണം. നന്നായിട്ട് ഉറക്കം കിട്ടാത്ത ആൾക്കാർക്ക് വണ്ണം കുറയാൻ തടസ്സമുണ്ടാകാറുണ്ട്. അപ്പോൾ വണ്ണം കുറയാൻ ആഗ്രഹിക്കുന്നവർ, കുറയാണ്ടിരിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്തറിയാം, നിങ്ങളുടെ ഉറക്കം ശരിയല്ല എന്നുണ്ടെങ്കിൽ അത് വണ്ണം കുറയുന്നതിന് തടസ്സമാകാറുണ്ട്. അടുത്ത ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റിൽ കൂടുതൽ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ് ഉള്ളത്, അതായത് നമ്മൾ ഷുഗറായിട്ട്, പ്രോസസ്ഡ് ഫുഡായിട്ട്, സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിട്ടൊക്കെ നമ്മുടെ ഡയറ്റിലുണ്ടാകും. അതൊക്കെ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് അല്ല, സിമ്പിൾ ഷുഗറാണ് അതിൽ നിന്നൊക്കെ വരുന്നത്. അപ്പോൾ ആ സിമ്പിൾ ഷുഗർ, റിഫൈൻഡ് ഷുഗറൊക്കെ നമ്മളെ വണ്ണം കുറയുന്നതിന് തടസ്സമാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ സിമ്പിൾ കാർബോഹൈഡ്രേറ്റിൻ്റെ ഉപയോഗം കുറയ്ക്കുകയാണ് വേണ്ടത്. അടുത്ത ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ വളരെ കുറച്ച് കഴിക്കുന്ന ആൾക്കാർ. നമ്മൾക്ക് വേണ്ട ഒരു കലോറി ഉണ്ട്, അതിലും ഒരു കുറച്ച് കലോറി നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ അതിലും താഴെ പോകുന്നവരുണ്ട്. സ്ത്രീകൾക്കാണെങ്കിൽ മിനിമം ഒരു 1200 കാലോറി എങ്കിലും വേണം, ആണുങ്ങൾക്കാണെങ്കിൽ 1500 കാലോറി. അതിലൊക്കെ ഒത്തിരി താഴെ
ഡയറ്റ് എടുക്കുകയെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു നേരം കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ 2 നേരം വളരെ കുറച്ച് മാത്രം കഴിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്കും അങ്ങനെ ഫുഡ് കുറച്ചു എന്നതിൻ്റെ പേരിലും ചിലപ്പോൾ നമ്മൾ വളരെ കുറച്ച് കഴിക്കുന്നതും ചിലപ്പോൾ വണ്ണം കുറയാൻ തടസ്സമായിട്ട് നിൽക്കാറുണ്ട്. 12ാമത്തെ റീസൺ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ കൂടുതൽ ഒരു 5 ലിറ്റർ വെള്ളം കുടിച്ചുകൊണ്ട് നമ്മൾ വണ്ണം കുറയണമെന്നുമില്ല. പക്ഷേ നമ്മുടെ ഡയറ്റിൽ ആവശ്യം വേണം. ഒരു ദിവസം എത്ര വെള്ളം കുടിക്കണം എന്നതിനെപ്പറ്റി നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ രാവിലെ തുടങ്ങിയിട്ട് വരെ ഒരു 4 ലിറ്റർ 5 ലിറ്റർ വെള്ളം കുടിക്കണം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയല്ല പറയുന്നത്. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ വെള്ളം കുടിക്കണം. വെള്ളം കൂടുതലായിട്ട് കുടിക്കുന്നത് നമ്മൾ നോർമലി കുടിക്കുന്നേക്കാൾ 1 ഗ്ലാസ് അല്ല 6 ഗ്ലാസ് കുടിച്ചിരുന്ന ഒരാൾ 8 ഗ്ലാസ് കുടിക്കുമ്പോൾ അത് വെയിറ്റ് ലോസിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. അന്നും പറഞ്ഞ് നമുക്കൊരു 20 ഗ്ലാസ് വെള്ളം ഒന്നും കുടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ കുടിക്കുമ്പോൾ അത് നമ്മുടെ വണ്ണം കുറയ്ക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ കൂടുതലായിട്ട് ആൽക്കഹോൾ ഉപയോഗിക്കുന്നത്. ചില ആൾക്കാർ ഒത്തിരി ആൽക്കഹോൾ ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് വണ്ണം കുറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. 14ാമത്തെ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുന്നില്ല എന്നുള്ളത്. നമ്മൾ ചവച്ചരച്ച് കഴിക്കുമ്പോൾ നമ്മൾക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് വേണം നമ്മുടെ വയറ് നിറഞ്ഞു നമ്മുടെ ബ്രെയിൻ സെൻസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ചവച്ചരച്ച് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ വിഴുങ്ങി വിടുമ്പോൾ നമ്മൾക്ക് പിന്നെ വിശപ്പ് തോന്നും. കാരണം നമ്മുടെ ബ്രെയിൻ സെൻസ് ചെയ്യുന്നില്ല നമ്മുടെ വയറ് നിറഞ്ഞു എന്നുള്ളത്. നമ്മളിങ്ങനെ കണ്ടിന്യൂസ് കുറേ കഴിച്ചുകൊണ്ടിരിക്കും. അത് പിന്നെ കോൺസ്റ്റിപ്പേഷനൊക്കെ കാരണമാവുന്നുണ്ട്. അപ്പോൾ നല്ലപോലെ ചവച്ചരച്ച് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വണ്ണം വെക്കുന്നതിന് കാരണമാവുന്നുണ്ട്. 15ാമത്തെ റീസൺ എന്ന് പറയുന്നത് ചില മെഡിക്കൽ കണ്ടീഷൻസാണ്. ചില ആൾക്കാർക്ക് ചില മെഡിക്കൽ കണ്ടീഷൻ കൊണ്ട് ചില മരുന്നൊക്കെ കഴിക്കേണ്ടി വരും. ആ മരുന്നുകൾ ചിലപ്പോൾ അവരെ വണ്ണം കുറയുന്ന ആ മെഡിക്കൽ കണ്ടീഷൻസ് ഉള്ള ആൾക്കാർക്ക് വണ്ണം കുറയാൻ ബുദ്ധിമുട്ടുണ്ടാകും, ആ മെഡിസിൻ എടുക്കുന്നവർക്ക്. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് ജങ്ക് ഫുഡ് അഡിക്ഷനാണ്. നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ പോലും വളരെ കുറച്ച് കഴിച്ചിട്ട് നമുക്ക് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ജങ്ക് ഫുഡ്സ് കഴിക്കുന്ന ഒരു ശീലം ഉണ്ടാവും ചിലർക്ക്. വീട്ടിൽ നിന്ന് വളരെ കുറച്ച് കലോറി കഴിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ജങ്ക് ഫുഡ് അഡിക്ഷൻ പുറത്തിറങ്ങുമ്പോൾ അവർ വാരി വലിച്ച് ഒത്തിരി കാലോറീസുള്ള ആഹാരങ്ങൾ കഴിക്കും. അത് വണ്ണം കുറയാൻ തടസ്സമായി നിൽക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർ പറയും ഞാൻ കാറ്റടിച്ചാൽ പോലും വണ്ണം വെക്കും, ഞാൻ പട്ടിണി കിടക്കുന്നത് എന്നിട്ട് വണ്ണം കുറയുന്നില്ല എന്നുള്ള പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതാണ് 17ാമത്തെ റീസൺ. അഥവാ നമ്മൾ ഒത്തിരി പട്ടിണി കിടക്കുന്ന ആൾക്കാർ. പട്ടിണി കിടന്നുകൊണ്ട് മാത്രം നമ്മൾ വണ്ണം കുറയത്തില്ല. പട്ടിണി കിടക്കുന്നത് ചിലപ്പോൾ വണ്ണം കുറയാനൊരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് ഡയറ്റിംഗ് മിസ്റ്റേക്കുകളും ഉണ്ട്. അതായത് ചില ക്രാഷ് ഡയറ്റുകളൊക്കെ ഫോളോ ചെയ്യുമ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ വെയിറ്റ് കുറയുന്ന റിസൾട്ട് കിട്ടുന്ന ഡയറ്റൊക്കെ കാണുമ്പോൾ ചാടിക്കയറി ചെയ്യും. പക്ഷേ അത് ചിലപ്പോൾ നമ്മുടെ കുറഞ്ഞതിനേക്കാളും കൂടുതൽ വെയിറ്റ് ചിലപ്പോൾ തിരിച്ചു കയറും. അങ്ങനെ ഡയറ്റിംഗ് മിസ്റ്റേക്ക് കൊണ്ട് ചില ആൾക്കാർക്ക് വണ്ണം കുറയാൻ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. 19ാമത്തെ റീസൺ എന്ന് പറയുന്നത് സ്വന്തമായി ഡയറ്റ് ചെയ്യുന്ന പലർക്കും വരുന്ന ഒന്നാണ് ഡെഫിഷ്യൻസീസ്. നമ്മുടെ കാൽസ്യം ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, പ്രോട്ടീൻ ഡെഫിഷ്യൻസി, അങ്ങനെ ഒത്തിരി ഡെഫിഷ്യൻസികളുണ്ട്. ആ ഡെഫിഷ്യൻസികൾ ചില ആൾക്കാർക്ക് വണ്ണം കുറയുന്നതിന് തടസ്സമായി നിൽക്കുന്നുണ്ട്. പ്രോപ്പറായിട്ടൊരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ ബുദ്ധിമുട്ട് വരത്തില്ല. നമ്മൾ സ്വന്തമായിട്ട് ഡയറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ ഡയറ്റീഷ്യന്മാരുടെ ന്യൂട്രീഷനിസ്റ്റുമാരുടെ ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മൾ അവരുടെ അടുത്ത് പോയി ഡയറ്റ് ചെയ്യുന്നത് എന്തിനാണ്? അവർ ഡയറ്റ് പ്ലാൻ ചെയ്ത് വരുമ്പോൾ നമുക്ക് വേണ്ട വൈറ്റമിൻസും മിനറൽസും ഒക്കെ ബാലൻസ് ചെയ്ത് ഡയറ്റ് ചെയ്ത് തരും. പക്ഷേ അവർ കലോറി കുറച്ച് തരും. അപ്പോൾ നമുക്ക് വെയിറ്റും കുറയും, അതുപോലെ നമുക്ക് ഡെഫിഷ്യൻസികളൊന്നും ഉണ്ടാകത്തില്ല. നമ്മൾ സ്വന്തമായിട്ട് ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഭക്ഷണം കുറയ്ക്കും, പക്ഷേ അതൊരിക്കലും ബാലൻസ്ഡ് ആകണമെന്നില്ല. അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾക്ക് വെയിറ്റ് കുറഞ്ഞിട്ട് പിന്നെ സ്റ്റക്കായിട്ട് നിൽക്കും. അതുപോലെ തന്നെ നമ്മൾക്ക് മുടി കൊഴിയും, അയൺ ഡെഫിഷ്യൻസി ഉണ്ടാകും, കാൽസ്യം ഡെഫിഷ്യൻസി ഉണ്ടാകും, അങ്ങനെ മറ്റു പല അസുഖങ്ങളിലോട്ടും പോകും. അപ്പോൾ ആ ഡെഫിഷ്യൻസികൾ നമ്മളെ വണ്ണം കുറയാൻ തടസ്സമായിട്ട് നിൽക്കാറുണ്ട്. 20ാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഹോർമോൺ പ്രശ്നങ്ങൾ കൊണ്ട്, ഹോർമോൺ ഇംബാലൻസ് കൊണ്ട് പലർക്കും നല്ല ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. അത് നമ്മുടെ തൈറോയ്ഡ് ഉള്ളവർക്ക്, PCOD ഉള്ള ആൾക്കാർക്കൊക്കെ അറിയാം. ആ ഹോർമോൺ ഇംബാലൻസ് അവരെ വണ്ണം കുറയാണ്ടിരിക്കുന്നതിന് കാരണമാവുന്നുണ്ട്. അപ്പോൾ ആ ഹോർമോൺ ചേഞ്ച് ഉണ്ടെങ്കിലും അവർക്ക് വണ്ണം കുറയാൻ പറ്റും. അതനുസരിച്ച് അവർ ഡയറ്റ് പ്ലാൻ ചെയ്ത് PCOD ഡയറ്റും അല്ലെങ്കിൽ തൈറോയ്ഡ് പേഷ്യൻസിനുള്ള വെയിറ്റ് ലോസ് ഡയറ്റൊക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ അവർക്കും വെയിറ്റ് കുറയാൻ പറ്റും. അപ്പോൾ ആ ഒരു റീസൺ കൊണ്ടും അവർ വണ്ണം കുറയാണ്ടിരിക്കും. അപ്പോൾ ഈ 20 റീസണാണ് വണ്ണം കുറയാതിരിക്കുന്നതിനുള്ള കാരണങ്ങൾ. അപ്പോൾ നിങ്ങളതിനെ ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് എന്തായിരിക്കും പ്രോബ്ലം എന്ന്. അത് നിങ്ങൾ പരിഹരിച്ച് നിങ്ങൾക്ക് ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വണ്ണം കുറയാൻ പറ്റും. നമ്മുടെ ചാനലിൽ തന്നെ ഇഷ്ടംപോലെ വെയിറ്റ് ലോസ് പ്ലാനുകളുണ്ട്, നിങ്ങൾക്കത് ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ PCOD ഉണ്ടെങ്കിലും തൈറോയ്ഡ് ഉണ്ടെങ്കിൽ പോലും അത് റിസൾട്ട് കിട്ടുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അതുപോലെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക, നിങ്ങൾ ഹെൽത്തി ആയിട്ടിരിക്കുക. എല്ലാവർക്കും വണ്ണം കുറയാൻ പറ്റും. അങ്ങനെ എനിക്ക് വണ്ണം കുറയില്ല അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് കുറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വണ്ണം കുറയ്ക്കുമ്പോൾ ഷോർട്ട് കട്ട് നോക്കാതെ ഹെൽത്തി ആയിട്ടുള്ള വഴിയിലൂടെ വണ്ണം കുറയ്ക്കാൻ ശ്രമിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ, പ്രയോജനപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.